എല്ലാവർക്കും സുപ്രഭാതം. ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ, സരസ്വതി സരയു. എല്ലാവരും എൻ്റെ ചാനലിലേക്ക് നിങ്ങളെയൊക്കെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നും പതിവ് പോലെ സൂര്യൻ ഉദിച്ചുയർന്നു, പ്രഭാതമായി. സ്ത്രീകളെല്ലാം ഓരോരോ ജോലികളിലേക്ക് പ്രവേശിച്ചു. തിരക്ക് പിടിച്ച ജോലികളല്ലേ രാവിലെ. വീട്ടമ്മമാർക്ക്, എന്നെപ്പോലുള്ള പ്രായമായ അമ്മമാർക്ക് കുറച്ചൊരു ആശ്വാസമുണ്ട്, സാവകാശം മതിയല്ലോ. അല്ലാത്തവരൊക്കെ തിരക്ക് പിടിച്ച ഭർത്താവിനെ കുട്ടികളെയും പറഞ്ഞയക്കാനും സ്കൂളിലേക്കും ഓഫീസിലേക്കും ഒക്കെ പറഞ്ഞയക്കാനും പിന്നെ സ്കൂളിലോ ഓഫീസിലൊക്കെ പോകേണ്ട ലേഡീസ് ആണെങ്കിൽ പിന്നെ അവരുടെ കാര്യവും കൂടെ. എന്തായാലും വീട്ടമ്മമാർക്ക് തിരക്ക് തന്നെ, ഓട്ടമല്ലേ ഓട്ടം. അവസാനം ഞങ്ങളെയൊക്കെ പോലെ ഇങ്ങനെ ഓട്ടമൊക്കെ കുറച്ചൊന്നും കുറയും. ഏതായാലും വീട്ടമ്മമാരുടെ ജോലിക്ക് ഒരു ശമ്പളവും ഇല്ല. ജീവിതാവസാനം വരെ അവരിങ്ങനെ അടുക്കളയിൽ ജോലി. കുറച്ച് വീട്ടമ്മമാരില്ല, അവരും ഉണ്ടെന്നില്ല. എന്നാലും ഏത് വലിയ പദവിയിലെത്തിയാലും അവർക്ക് അടുക്കളയിൽ നിന്ന് പ്രവേശിക്കാനൊന്നും പറ്റുകയില്ല. നോക്കൂ, ഇന്ന് ഞാൻ ഒരു ദോശ ചുട്ടു. എന്താ, മില്ലറ്റ് ദോശയാണ്, കണ്ട. ഇതിനകത്ത് എല്ലാം ഉണ്ട്, എല്ലാ മില്ലറ്റും ഉണ്ട്, എല്ലാ പച്ചക്കറികളും ഉണ്ട്. കണ്ട, ഇതാണ് മാവ്. ഇതാ, ഇനി ഒരു ദോശ കൂടെ, കുഞ്ഞു ദോശയല്ലേ. ഇതാ മതി, ഈ ചക്ക ഇത് കൂടി മതി. പിന്നെ ഈ ഒരു ദോശ കൂടെ ചുട്ടേക്കാം. എന്താ അറിയോ, ഒരു 11 മണിയാകുമ്പോൾ ഇത്തിരി കഴിക്കാം. ഇനി ഈ മാവ് എപ്പോഴും ഇതിൻ്റെ കാര്യമില്ല അല്ലേ. നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഭക്ഷ്യ സംസ്കാരമൊക്കെ ഒന്ന് മാറ്റണം കേട്ടോ. ഈ ഇറച്ചി മീനുമൊക്കെ എന്നും വേണം, ഇതൊക്കെ വേണ്ടതാണ്. പക്ഷെ ഇതുമൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ വേണം. സാമ്പാറായിട്ടുണ്ട്. ഇതാ നല്ല സാമ്പാർ കേട്ടോ. ഞാൻ തിരി താത്ത് വെച്ചേ ഇത് ചെയ്യാവൂ കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് വീട്ടമ്മമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് അവർക്ക് ഒഴിവേ ഇല്ലല്ലോ അല്ലേ. ഇനി അത് ദോശ കഴിക്കണം. മാഷ് കുളിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ചൂടോടെ മാഷക്ക് കൊടുക്കണം. അത് സാധാ ദോശയാണ്, അതിൻ്റെ മാവുമുണ്ട്. സാധാ ദോശയുടെ മാവുമുണ്ട്. മാഷക്ക് അത് മതിയല്ലോ, ഒരു 4 ദോശക്കുണ്ട്. ഇത് സാമ്പാർ ആകട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് ഞാൻ നോക്കൂ, ഇതിനിടയിൽ കൂടെ നല്ലൊരു ടിപ്പ് ഞാൻ നിങ്ങളെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ ടിപ്പ് ഇതെന്തൊക്കെയാണെന്നറിയാമോ? ഒരു സ്പൂണ് കാണും പാലിൻ്റെ ആട. പാല് കാച്ചി കഴിയുമ്പോൾ വരുന്ന ആട, പാലിൻ്റെ ആടയും ഒരു കുഞ്ഞു സ്പൂണിന് 1/4 സ്പൂണ് കാപ്പിപ്പൊടി ഏതുമാകാം. ദോശ നോക്കും അതിനിടയിൽ. പിന്നെ നമുക്ക് ഒരു 1/4 സ്പൂണ് കടലമാവ്, ഒരല്പം പഞ്ചസാര, ലേശം തൈര്. ഇത്രയും കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് കേട്ടോ. വളരെ നല്ലതാണിത്, ഒരു ചിലവുമില്ല, നമുക്ക് എങ്ങോട്ടും പോവുകയും വേണ്ട. ഇത് വളരെ നല്ലതാണ്, നല്ലതാണ് ഈ പായ്ക്ക് കേട്ടോ. ഈ പായ്ക്ക് നിങ്ങളൊക്കെ ഉണ്ടാക്കി മുഖത്ത് തേക്കണം. ഇത് ഒരു പ്രത്യേകതയൊന്നുമില്ല. എന്താ വെച്ചാൽ ഇതിട്ടിട്ട് നമ്മൾ മസാജ് ചെയ്യുകയോ ഒന്നും വേണ്ട. ഇത് പുരട്ടുക. ഇത് പുരട്ടിയിട്ട് നമ്മൾ 20 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ഉണങ്ങുമ്പോൾ കഴുകി വൃത്തിയാക്കുക. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. അപ്പോൾ ഇതിനകത്ത് പാലാടയുണ്ട്, ഒരു അല്പം പാലോടുകൂടി പാലാട, ഒരു 1/4 സ്പൂൺ തൈര്, 1/4 സ്പൂൺ കടലമാവ്, 1/4 സ്പൂൺ പഞ്ചസാര, മറന്നു ഒത്തിരി മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം അടുക്കളയിലുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ഇടണം കേട്ടോ. അതാണ് ടീച്ചറ് മുഖത്തിൻ്റെ സൗന്ദര്യം ചോദിക്കും നിങ്ങൾ കളിയാക്കിക്കൊണ്ട്. എനിക്ക് മുഖത്തിന് വലിയ സൗന്ദര്യമൊന്നുമില്ല, അതെനിക്കറിയാം. പക്ഷേ സൗന്ദര്യമൊന്നും കൂടുകയല്ല, നമ്മുടെ മുഖത്തിനൊരു ഗ്ലോ ഉണ്ടാകും, നമ്മുടെ മുഖം ഒന്ന് ഫ്രഷ് ആകും. അടുക്കളയിൽ വെയിലത്തൊക്കെ അല്ലേ എപ്പോഴും, അതൊന്ന് മുഖത്തിനൊരു ഹെൽത്താണ്. ഇത് ഹെൽത്തി ആയിട്ടുള്ളതല്ലേ എല്ലാം.
അപ്പം നിങ്ങളെല്ലാവരും ഇതും ഒന്ന് ചെയ്യണം. നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ നല്ല ഭക്ഷ്യ സംസ്കാരവും ഉണ്ടായിരിക്കണം. എൻ്റെ സുപ്രഭാതം ഇതിനിടയിൽ അടുപ്പത്ത് ജീരകവെള്ളം ഇരിക്കുന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇരിക്കുന്നു അടുപ്പത്ത്. ദോശ, ജീരകവെള്ളം തിളച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് സംഭവാമി യുഗേ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ സുപ്രഭാതം ധന്യമാകട്ടെ. ഇന്നത്തെ ദിവസവും നിങ്ങൾക്ക് ധന്യമാകട്ടെ. ഞാൻ ഓരോന്നായിട്ട് എൻ്റെ ജോലികൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഇനി ഭക്ഷണം കഴിച്ചതിന് ശേഷമേ ബാക്കി എന്തുള്ളൂ. അതിന് ശേഷം ഇന്ന് ആവോലി മീൻ മേടിച്ചിട്ടുണ്ട്. എന്താ ആവോലിയുടെ വില? എത്ര? 680 രൂപ. ഞങ്ങളല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരെണ്ണമേ മേടിച്ചുള്ളൂ. അര കിലോയ്ക്ക് മുകളിലുണ്ട്. അത് ഞാൻ വയ്ക്കുന്ന കാര്യമൊക്കെ നിങ്ങളെ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോടുകൂടി പ്രഭാതത്തിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുക. നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം അല്ലേ, ഇന്നത്തെ പാചകങ്ങളും ഒക്കെ.